ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ക്യാപ്റ്റനായ സാബുമോൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞ്. എന്നിട്ട് സാബുമോൻ പറഞ്ഞ് ഇപ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെ നിന്നും പറ്റി അങ്ങനൊന്നും ഇനി ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഓരോരുത്തർക്ക് ചാൻസ് കൊടുക്കുവാണ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാൻ. അപ്പോൾ ആദ്യം അനീഷിന് തന്നെ കൊടുത്തല്ലേ, അനീഷ് പ്രശ്നമാകണമല്ലോ. അതുകൊണ്ട് അനീഷിന് കൊടുത്തു. അപ്പോൾ അനീഷ് രാവിലത്തെ മോർണിംഗ് ടാസ്കും എടുത്തുകൊണ്ട് വന്ന്. രാവിലെ ഒരു മോർണിംഗ് ടാസ്കിൽ അനീഷ് പിന്നെ സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഫിനാലയിൽ എത്താനായിട്ട് അത് പ്രയോഗിക്കും എന്നുള്ളതിന് ക്യാമറ എല്ലാവരുടെയും മേത്ത് ഫിറ്റ് ചെയ്യിക്കണം, അങ്ങനെ കുറിച്ച് വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതല്ല പറയേണ്ടത്, അനീഷ് ടാസ്ക് മനസ്സിലാക്കി പറയാൻ. അപ്പോൾ അനീഷ് വീണ്ടും അതൊന്നും കേൾക്കാതെ അനീഷ് പറയാൻ നിന്ന് തന്നെ പറഞ്ഞ്. അപ്പോൾ അനീഷ് അത് കഴിഞ്ഞിട്ട് വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, കാരണം നിങ്ങളെല്ലാവരും മൈക്ക് മാറ്റി ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്, ഇങ്ങനെ ശരീരത്ത് ഡ്രസ്സിൽ ഫിറ്റ് ചെയ്യുന്ന ചെറിയ ഇതാകുമ്പോൾ ഊരി വെച്ചിട്ട് കള്ളത്തരങ്ങളൊന്നും പറ്റത്തില്ലല്ലോ, രഹസ്യങ്ങളൊന്നും പറ്റത്തില്ല, എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം പാവ ടാസ്കിൻ്റെ ഇടക്കും എല്ലാം പറഞ്ഞതാണ്. കാരണം പ്രേക്ഷകർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നെഗറ്റീവായി പോയാലാന്ന് ഓർത്ത് ചുമ്മാ ഇന്ന് അത് തന്നെ പറഞ്ഞിട്ട് ഈ ഒരു ടൈമിനും അത് തന്നെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അത് പറയും. അപ്പം ആര്യനൊക്കെ പറയുന്ന അത് കഴിഞ്ഞതാണ്, അത് നിർത്ത്. ആദ്യം ടാസ്ക് പുള്ളിക്ക് ശരിക്കും അറിയില്ലായിരുന്നു, എന്നിട്ടും വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതാണ്, ബാക്കി എല്ലാവർക്കും അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ റോബോട്ട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം തന്നെ നിൽക്കുവാണ്. അങ്ങനെ ക്യാപ്റ്റനായ സാബുവും പറഞ്ഞ് അനീഷേട്ടൻ ഇനി എല്ലാവർക്കും അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് പേരൊക്കെ എണീറ്റങ്ങ് പോയിട്ടും പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യൻ ഇടപെടുന്നുണ്ട്. അവസാനം സാബുമോൻ വീണ്ടും പറഞ്ഞു ക്യാപ്റ്റനെ അനുസരിക്കേണ്ട കടമയാണല്ലോ, പുള്ളി ആരെയും ധിക്കരിക്കുക. ആ ഒരു മീറ്റിങ് കുളവാക്കുമായിരുന്നു അനീഷ് ചെയ്തത്. പിന്നെ ആരും അതിൽ സഹകരിച്ചില്ല, എല്ലാവരും എണീറ്റ് പോയി. ലാലേട്ടൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് വെക്കണമെന്ന്. അങ്ങനെ സാബുമോനാണ് അത് മുൻകൈ എടുത്ത് വെച്ചത്, അത് അനീഷായിട്ട് കുളവാക്കി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.